ഒരു നാടിന്റെ നട്ടെല്ല് ചന്തമുള്ള ചന്തകളാണ്. ഓരോ നാടും അഭിമാനത്തോടെ അവരുടെ ചന്തകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ആവശ്യാനുസരണം ഒരുക്കിയ ഒരു ചന്ത അഥവാ ആധുനിക മാർക്കറ്റ് ചടയമംഗലത്തും ഉണ്ടായിരുന്നു. ഇന്ന് ആ ചന്തയുടെ ചന്തമില്ലാത്ത കാഴ്ചകളിലേക്കാണ് സാക്ഷി TV നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചടയമംഗലം ചന്തയുടെ ഗേറ്റ് തുറന്നു തന്നെ കിടപ്പുണ്ട്. എന്നാൽ മാർക്കറ്റിന്റെ ഒരു ആരവവുമില്ലാതെ ഒരു ശ്മശാന മൂകത മാത്രം. ചടയമംഗലം ചന്തയുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികളുടെ പിടിപ്പുകേടും മത്സ്യ പച്ചക്കറി ലോബികളെ നിലയ്ക്ക് നിർത്താനുള്ള പ്രാപ്തിയില്ലായ്മയുമാണ്. അതെ, ഒരിക്കൽ സാക്ഷി വാർത്തയിൽ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഈ ഓണക്കാലത്ത് അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ചടയമംഗലം ചന്തയ്ക്ക് ജീവൻ വെപ്പിക്കാൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരു ശ്രമം നടത്തിയിരിക്കുന്നു. അതും കുടുംബശ്രീയുമായി ചേർന്ന്. 2024 ഓണം വിപണന മേളയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഒളിമങ്ങിക്കിടന്ന ചന്തയെ ഉണർത്താൻ കുടുംബശ്രീ എടുത്ത നടപടികൾ ഈ ഘട്ടത്തിൽ പറയാതെ പോകാൻ വയ്യ. അത് ശ്ലാഘനീയം തന്നെ. വിമർശനങ്ങൾ നല്ലത്, അത് ആരോഗ്യപരവും എന്നാൽ വ്യക്തിപരവുമാകാതിരിക്കാൻ ശ്രമിക്കുന്നിടത്ത് ഒരു നാടിന്റെ നന്മയിൽ ഭാഗവാക്കാകാൻ നമുക്കും കഴിയും. ഈ ശ്രമം ചെറുതാണെങ്കിലും ചടയമംഗലത്തെ സാധാരണക്കാർക്ക് ഒരു ആശ്വാസമായി മാറിയേക്കാം. ഈ ഓണക്കാലത്ത് എന്തിനേയും ഏതിനേയും കണ്ണും പൂട്ടി വിമർശിക്കാൻ സാക്ഷിക്ക് കഴിയില്ല. പഞ്ചായത്ത് സ്വീകരിച്ച ഈ നടപടിയെ പക്ഷമില്ലാത്തവരുടെ പക്ഷത്തു നിന്ന് സാക്ഷി അഭിനന്ദിക്കുന്നു. കൂടെ കുടുംബശ്രീയെ. ഇത് ചന്തയുടെ ഉയർപ്പിന് തുടക്കമാകട്ടെ. നമുക്ക് ഒത്തുചേരാം നമ്മുടെ മാർക്കറ്റിന് ഉയിരു നൽകാൻ ഈ ഓണക്കാലത്ത്. മാസങ്ങളായി ഗ്രാമപഞ്ചായത്ത് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടിക്കും നൽകിയ വാക്കുപാലിക്കാൻ ശ്രമം നടത്തി വരുന്നു. അടുത്ത മാസത്തോടെ ചന്ത പൂർണ്ണ സജ്ജമാക്കുമെന്നാണ് സാക്ഷി അറിഞ്ഞത്. ചില വ്യാപാരികളുമായി പഞ്ചായത്ത് ചില ചർച്ചകൾ നടത്തി ധാരണയിലെത്താനും പോകുന്നു. ഈ വേളയിൽ ചന്തമുള്ള ഈ ചന്തയിലേക്ക് നമുക്ക് പോകാം. കുടുംബശ്രീയുടെ വിഷരഹിത പച്ചക്കറിയും മറ്റുൽപ്പന്നങ്ങളും വാങ്ങാൻ, ഓണസദ്യ ഒരുക്കാൻ. ഓണവുമായി ബന്ധപ്പെട്ട് ഓണം വിപണന മേളയുമായി ബന്ധപ്പെട്ടുള്ള കുടുംബശ്രീയുടെ ഓണച്ചന്തയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് മുമ്പ് സംസ്ഥാനത്തെ ചെയർപേഴ്സൺ പറഞ്ഞു കഴിഞ്ഞു. 3 ദിവസമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ ചന്ത സംഘടിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മുടെ ചന്തയ്ക്കകത്ത് 6 ദിവസം നീളുന്ന കുടുംബശ്രീയുടെ ചന്തയാണ് ഇന്നിപ്പോ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കുടുംബശ്രീ പ്രസ്ഥാനം 25 വർഷത്തിലധികം പിന്നിടുന്ന ഈ അവസ്ഥയിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലങ്ങൾ തന്നെയാണ് ഇന്നിപ്പോ ഈ ചന്ത ഉൾപ്പെടെ നമ്മൾ നടത്തുന്നതിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നിവിടെ നടക്കുന്ന ചന്ത, നമ്മുടെ കുടുംബശ്രീയുടെ ചന്ത എന്ന് പറയുമ്പോൾ ജനങ്ങൾ വളരെ വലുതായിട്ടാണ് നോക്കിക്കാണുന്നത്. ഏറ്റവും നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നമ്മുടെ പ്രാദേശികമായി കൃഷി ചെയ്യുന്ന കാർഷിക വിഭവങ്ങൾ കുടുംബശ്രീയുടെ ചന്തയിൽ വന്നാൽ ലഭ്യമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ പൊതുജനങ്ങൾക്കുള്ളത്. ഇപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. തീർത്തും നമ്മുടെ അതുപോലുള്ള സാധനങ്ങൾ ഇപ്പൊ എന്റെ വാർഡിലെ സുഭദ്ര ചേച്ചി എന്നെ അവിടെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം വളരെ സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പൊതുവിലുള്ള ആൾക്കാർക്ക് വന്ന് വാങ്ങിക്കുന്നതിന് കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയാണ് ചെയർപേഴ്സൺ നമ്മുടെ പഞ്ചായത്തിൽ കത്ത് തരികയും നമ്മുടെ ഈ ചന്ത ആവശ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഓണം കഴിയുന്ന മുറയ്ക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ പൊതു ചന്ത കൂടി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആലോചനയെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ താമസിക്കാതെ തന്നെ ഈ ഓണം കഴിയുന്ന മുറയ്ക്ക് നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ ചന്ത സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകും. അപ്പം തുടർന്നും അങ്ങനെ നമ്മളെ ചന്ത പൊതുവിൽ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചന്ത തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൂടി സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഈ ചന്ത വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ, ആഴ്ചയിലൊക്കെ ചന്ത ആലോചിക്കുമ്പോൾ നിങ്ങളെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥല സൗകര്യം കൂടി ഇവിടെ നമ്മൾ ചെയ്തു തരും. അപ്പം നിങ്ങൾ ഏവർക്കും
നമസ്കാരം. ഞാൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CBSE ചെയർപേഴ്സൺ ശാലിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വിപണന മേളയെക്കുറിച്ച് പറയാനാണ്. എല്ലാ വർഷവും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ ഓണം വിപണന മേള നടത്തി വരാറുണ്ട്. എന്നാൽ ഇത്തവണ വളരെ വ്യത്യസ്തമായി 6 ദിവസത്തെ വിപണന മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതും നമ്മുടെ ചടയമംഗലം പബ്ലിക് മാർക്കറ്റിനുള്ളിലാണ് ഇത്തരത്തിലൊരു സ്റ്റാള് ചെയ്തിട്ടുള്ളത്. നല്ലവരായ എല്ലാ നാട്ടുകാരും നമ്മുടെ കുടുംബശ്രീ കർഷകരുടെ കാർഷിക വിളകളും അതോടൊപ്പം സംരംഭ ഗ്രൂപ്പുകളുടെ സംരംഭ ഉൽപ്പന്നങ്ങളും വാങ്ങി സഹകരിച്ച് ഈ ഒരു മേള വിജയത്തിലെത്തിക്കാൻ എല്ലാ നാട്ടുകാരും മുന്നിലേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തുടർന്ന് ഈ ഒരു മാർക്കറ്റിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചടയമംഗലത്തെ ഓരോ ജനങ്ങളും മുൻകൈയെടുത്ത് മുന്നിലേക്ക് വരണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓണം വിപണന ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടത്തുന്നത്. 3 ദിവസങ്ങളിലാണ് സാധാരണ ഓണം ചന്തകൾ നടത്തുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ. ഈ വർഷം പക്ഷേ 6 ദിവസമാണ്, 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെ. ഇന്നത്തെ യോഗത്തിന്റെ പ്രസക്തിയും ഒക്കെ ഉദ്ഘാടനയും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മളെല്ലാ വർഷവും നടത്താനുള്ള കുടുംബശ്രീ ജയന്തി ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സാധ്യത. ഞാൻ നമ്മുടെ ഇടയ്ക്കോട് വാർഡിൽ നിന്ന് വരുന്ന ഒരു JLG ഗ്രൂപ്പ് അംഗമാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് ഇതെല്ലാം. ഇതിൽ മറ്റ് വിഷങ്ങളൊന്നും അടിക്കുന്നില്ല. പിന്നെ ജൈവ പച്ചക്കറി കൃഷിയാണ് ഈ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് വാങ്ങിച്ച് സഹകരിക്കണം. പിന്നെ ഇത് വാങ്ങിച്ച് കഴിച്ചെന്നും പറഞ്ഞ് മെഡിക്കൽ കോളേജിലും RCCയിലും ഒന്നും പോകേണ്ടി വരത്തില്ല. പിന്നെ ഇത് നിങ്ങളെല്ലാവരും വാങ്ങിച്ചാലേ നമുക്കിത് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൂടി ആകുകയുള്ളൂ. സംരംഭ യൂണിറ്റാണ് എനിക്കുള്ള ബിസ്മില്ലാണ് കുടുംബശ്രീയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. ഇതിൽ ലോഷനും അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. കുറച്ചൊക്കെ പുറത്തുനിന്ന് മേടിച്ചതാണ്. കച്ചവടം എനിക്ക് പുതിയ പുളി മെയിനായിട്ട് പുളിക്കച്ചവടമാണ്. ഒരു മാസം 10-200 പുളിയൊക്കെ പോകും. ഇത് ആളിനെ നിർത്തി വൃത്തിയാക്കി പാക്ക് ചെയ്താണ് കൊടുക്കുന്നത്. ഹോൾസെയിലായിട്ട് എല്ലാ വീട്ടുകാരും ലോഷൻ, തേയില, സോപ്പ് ഒക്കെ നല്ല കച്ചവടമുണ്ട്. ഓണം വിപണന മേളയാണ് കുടുംബശ്രീയുടേത്. ഞങ്ങൾ നന്മ കുടുംബശ്രീ വെള്ളൂപ്പാറ. ഇതിലിത് എല്ലാ പ്രാവശ്യവും ഓണത്തിന് ഞങ്ങൾ വരുന്നതാണ്. ഞങ്ങൾക്ക് സംരംഭവും JLG ഗ്രൂപ്പോടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. വീട്ടിൽ ഉണ്ടാക്കിയ കൃഷി ചെയ്തതായ ഉൽപ്പന്നങ്ങളും ആണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പലതും കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ആദ്യം ആലോചിച്ചത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് 6 ദിവസം, സാധാരണ 3 ദിവസത്തെ ചന്തയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ചടയമംഗലം KSRTC മൈതാനിയിൽ, പഴയ KSRTC ബസ് സ്റ്റാൻഡിന്റെ മൈതാനിയിൽ നമ്മൾ ചെറിയ രീതിയിൽ ആ ഒരു പന്തലക്കിട്ട് 3 ദിവസത്തെ ചന്തയാണ് നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി
ചടയമംഗലത്തെ CDS 6 ദിവസത്തെ ഓണവിപണിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ 3 ദിവസം ചടയമംഗലം ടൗണും 3 ദിവസം പടിഞ്ഞാറൻ മേഖലയായ സഹമെമ്പർമാര്, CDSന്റെ ചെയർപേഴ്സൺ, അക്കൗണ്ടന്റ്, CDS മെമ്പർമാര്, പിന്നെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സംരംഭ യൂണിറ്റുകൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 2024-25 വർഷത്തെ ഓണ വിപണന മേളയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തെക്കാളും ആള് കുറവാണെന്ന് തോന്നുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പങ്കാളിത്തം ആദ്യ ദിവസം തന്നെ നമുക്കുണ്ടായിരുന്നു. അത് 3 ദിവസം മാത്രമാണ് അന്നൊക്കെ നമ്മൾ ചന്ത സംഘടിപ്പിച്ചിരുന്നത്. 6 ദിവസമായതുകൊണ്ടോ എന്നറിയില്ല. ഇനി നാളെ വരാം എന്നുള്ള കരുതലോടുകൂടിയായിരിക്കും ആൾക്കാർ മിക്കതും ഇന്ന് വരാതിരുന്നതെന്ന്